നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 170ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്ത കർണാടക സംഗീതജ്ഞൻ പത്മശ്രീ നെയ്യാറ്റിൻകര വാസുദേവനെ കുറിച്ചിട്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് എനിക്ക്. കാരണം 10-50ഓളം എണ്ണിയാൽ തീരില്ല, അത്രമാത്രം ഇടങ്ങളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കച്ചേരി കേൾക്കാനും ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ജന്മസ്ഥലമായ തമ്പാനൂർ ശ്രീ അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിലും തക്കാട് ശാസ്താംകോവിലും വിദ്യാധിരാജ ഹാളിലും സെനറ്റ് ഹാളിലും ടാഗോർ തിയേറ്ററിലും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയോ വേദികളിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സംഗീത കച്ചേരി കേൾക്കുവാനും ആസ്വദിക്കുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരിൽ സംസാരിക്കുന്നത് സൂര്യ ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ഭാരതരത്നം നേടിയ ശ്രീമതി MS സുബ്ബലക്ഷ്മിയുടെ കച്ചേരി ഹാളിൽ നടക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ സ്റ്റേജിൽ നിന്നും പുറത്തേക്ക് വരുന്ന ശ്രീ വാസുദേവൻ സാറിനെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ഏറെ നേരം ഒരു 10-15 മിനിറ്റോളം അദ്ദേഹവുമായി ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുകയും ഓട്ടോഗ്രാഫ് വാങ്ങുകയും ഫോട്ടോ എടുക്കുകയും കീർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സ്നേഹസമ്പന്നനും വിനയാന്വിതനുമായ അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ എത്ര എണ്ണമാണ് മനസ്സിൽ ഓടിയെത്തുന്നത്. ഇന്ദ സൗഖ്യമോ ജവജാല, അത് പരമപുരുഷ ജഗദീശ്വര ജയ ജയ പങ്കജനാഭ മുരാരേ, അത് കൃപയാ പാലയ ശൗരേ, അത് കൃഷ്ണാനി വേഗന്നെ ബാരോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ നിന്നും ഒഴുകിയ നിരവധി ഗാനങ്ങൾ